നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മിനി ബൈപ്പാസിന് 25 ലക്ഷം രൂപ മാറ്റിവെച്ച് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. ലൈഫ് പദ്ധതിക്ക് 80 ലക്ഷം, ഹാപ്പിനെസ് പാർക്ക് പണിയാൻ 25 ലക്ഷം രൂപ. കോട്ടയം മറിയപ്പള്ളിയിൽ 4 വീടുകളിൽ മോഷണശ്രമം. അടുക്കളവാതിലുകൾ കുത്തിത്തുറന്നു. നിരീക്ഷണ ക്യാമറകളിൽ മോഷ്ടാവിന്റെ ചിത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഒരുങ്ങി. തിരുവുത്സവത്തിന് 11-ന് കൊടിയേറും. 18-ാം തീയതി 7:30 പൊന്നാന ദർശനം. വാർത്തകൾ വിശദമായി. മിനി ബൈപ്പാസിന്റെ നിർമ്മാണത്തിനായി തുക മാറ്റിവെച്ച് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ ബജറ്റ്. 38 കോടിയിലേറെ രൂപ വരവും 37 കോടിയിലേറെ രൂപ ചെലവും 98 ലക്ഷത്തിലേറെ രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പ്രസിഡന്റ് KR തങ്കപ്പൻ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അവതരിപ്പിച്ചത്. 38 കോടിയിലേറെ രൂപ വരവും 37 കോടിയിലേറെ രൂപ ചെലവും 98 ലക്ഷത്തിലേറെ രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഈ ഭരണസമിതിയുടെ മുൻകാല ബജറ്റിൽ ഒന്നും പരിഗണിക്കാതിരുന്ന മിനി ബൈപ്പാസിന് ഇത്തവണ ബജറ്റിൽ പരിഗണന കിട്ടി എന്നതാണ് ബജറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 25 ലക്ഷം രൂപയാണ് കാഞ്ഞിരപ്പള്ളി മിനി ബൈപ്പാസിന്റെ നിർമ്മാണത്തിനായി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. കൂടുതൽ തുക ആവശ്യമെങ്കിൽ ഇത് കണ്ടെത്തി പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ പറഞ്ഞു. ഈ 2025 പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മിനി ബൈപ്പാസ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കണം. ടോക്കൺ അഡ്വാൻസ് എന്നാണ് ബഡ്ജറ്റിൽ പറയുന്നത്. നമ്മൾ 25 ലക്ഷം രൂപ ഇതിനാവശ്യമായ ഫണ്ട് നമുക്ക് കണ്ടെത്തണം. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ 25 ലക്ഷം രൂപ ബൈപ്പാസിന് പറയുമ്പോൾ അതിന് തുക ഇനി കൂടുതൽ കണ്ടെത്തണമെങ്കിൽ ഏതെങ്കിലും ഈ അവതരിപ്പിച്ച കണക്ക് ശാസ്ത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ഹെഡിൽ നിന്ന് വേണം അത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുന്നത്. അത് നമുക്ക് നമ്മുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ കൂടുന്ന സന്ദർഭത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നിർമ്മാണത്തിലേക്ക് അത് വരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ലൈഫ് ഭവന പദ്ധതിക്ക് സ്ഥലം വാങ്ങാൻ 80 ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് 3,85 ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. ഹാപ്പിനെസ് പാർക്കിന് 25 ലക്ഷം രൂപയും കളിസ്ഥലത്തിനായി 50 ലക്ഷം രൂപയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതു ആരോഗ്യ പരിപാടികൾക്കായി 17,90,000 രൂപയും നിർധനർക്ക് ഡയാലിസിസ് സഹായമായി 5 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിനോടനുബന്ധിച്ച് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിനായി 2 കോടി രൂപയും മാറ്റിവെച്ചു. കുട്ടികളുടെ പാർക്ക് നിർമ്മാണത്തിനായി 8,09,070 രൂപയും മണ്ണ് ജലസംരക്ഷണത്തിനായി 15,23,800 രൂപയും മാറ്റിവെച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം മറിയപ്പള്ളിയിൽ അടുത്തടുത്ത 4 വീടുകളിൽ മോഷണശ്രമം. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. കോട്ടയം മറിയപ്പള്ളിയിൽ വീടുകളിൽ മോഷണശ്രമം. 4 വീടുകളുടെയും അടുക്കളവാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. മറിയപ്പള്ളി ചെട്ടിക്കുന്ന് വാട്ടർ ടാങ്കിന് സമീപത്തെ താമസക്കാരനായ അശ്വതി നിവാസിൽ PK സജിമോൾ, ആശാലയം വീട്ടിൽ രവീന്ദ്രൻ, തോട്ടുങ്കൽ ജയകുമാർ, ചേരിക്കൽ രവീന്ദ്രൻ എന്നിവരുടെ വീടുകളിലാണ് വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്കും 5:30ക്കും ഇടയിൽ കവർച്ചാശ്രമം നടന്നിരിക്കുന്നത്. വെള്ള മങ്കി ക്യാപ്പ് ധരിച്ചാണ് മോഷ്ടാവെത്തിയത്. ഇയാൾക്ക് 50 വയസ്സിനടുത്ത് പ്രായവും ഉയരക്കുറവുമാണെന്ന് വീടുകളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അശ്വതി നിവാസിൽ സജിമോളുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് മുറിയിലെ അലമാര തുറക്കുന്ന ശബ്ദം വീട്ടുകാർ കേട്ട് ഉണരുകയായിരുന്നു. കള്ളൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആയുധം കാട്ടി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് കടന്നു കളഞ്ഞത്. ആശാലയം വീട്ടിൽ രവീന്ദ്രന്റെ കൊച്ചുമകൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ഉത്തര കിടന്നിരുന്ന മുറിയിലാണ് കള്ളൻ കയറിയത്. ശബ്ദം കേട്ടുടർന്ന് കുട്ടിയും ബഹളം വെച്ചപ്പോഴാണ് മോഷ്ടാവ് ഇറങ്ങി ഓടി. ചേരിക്കൽ രവീന്ദ്രന്റെ അടുക്കളവാതിൽ അഗ്രം വളഞ്ഞ് ഇരുമ്പുകമ്പി വടി ഉപയോഗിച്ച് പാതി തുറന്ന നിലയിലാണ്. വാതിലിന്റെ ഒരു കൊളുത്ത് അകത്തിയപ്പോൾ തന്നെ വീട്ടുകാർ ഉണർന്നതിനാലാണ് ഇവിടെയും മോഷണശ്രമം പരാജയപ്പെട്ടത്. എന്നാൽ പുലർച്ചെ മാത്രമാണ് പരിസരവാസികളായ ഇവർ മോഷണശ്രമ വിവരം പരസ്പരം അറിഞ്ഞത്. തുടർന്ന് ചിങ്ങവനം പോലീസിൽ വിവരം അറിയിച്ചു. പിന്നീട് ഫോറൻസിക് അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിന് ഈ മാസം 11-ന് കൊടിയേറും. 18-നാണ് 7:30 പൊന്നാന ദർശനം. 20-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. പുനർനിർമ്മിച്ച വലിയ തിടമ്പിന്റെ സമർപ്പണം കൊടിയേറ്റ് ദിവസം നടക്കും.
ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവുത്സവത്തിന് ഒരുങ്ങി. ഞായറാഴ്ച രാവിലെ 8:57-നും 9:50-നും മധ്യായാണ് കൊടിയേറ്റ് നടക്കുന്നത്. ക്ഷേത്രാചാര്യൻ തന്ത്രിമുഖ്യൻ താഴ്മൺ മഠം കണ്ഠരര് രാജീവരരുടെയും കണ്ഠരര് ബ്രഹ്മദത്തന്റെയും മേൽശാന്തി മൈവാടി പത്മനാഭൻ സന്തോഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. ഫെബ്രുവരി 18-നാണ് ഏഴര പൊന്നാന ദർശനം. രാത്രി 12 മണിക്ക് ആസ്ഥാന മണ്ഡപത്തിലാണ് ഏഴര പൊന്നാന ദർശനം നടക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലെ ദിവസങ്ങളിലൊക്കെ ഉത്സവമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ആനകളെ 9 ആനകളാണ് അവിടെ കൂടുതലുള്ളത്. ആ ആനകളെ ഈ ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്യുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിനെ കിട്ടാനില്ല ഈ ദിവസങ്ങളിൽ. മറ്റു പല ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ മുടങ്ങും 9 ആനയെ ഏറ്റുമാനൂരേക്ക് പിടിച്ചുകൊണ്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഏറ്റവും പീക്ക് ടൈമിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ഏറ്റുമാനൂർ ഉത്സവം. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. കുംഭത്തിലെ ഭരണി ചേർന്ന് വരുന്ന ഏറ്റവും ഉത്സവ സീസണിലെ ഏറ്റവും തിരക്കുള്ള സമയത്ത് നടക്കുന്ന ഉത്സവമാണ് ഏറ്റുമാനൂർ ഉത്സവം. അതുകൊണ്ട് തന്നെ പൂരം എന്നത് പൂരത്തിന് പ്രധാനമെന്ന് പറയുന്ന ആന എഴുന്നള്ളിപ്പാണ്. അതിൻ്റെ എണ്ണം നമുക്ക് ഇതിൽ കൂടുതലാക്കുവാൻ നിലവിൽ യാതൊരു നിർവാഹവുമില്ല. ഒന്നാമത് ഈ സാധനം കിട്ടാനില്ല, കാശ് കൊടുത്താലും കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിപുലമായി ആ ഭാഗത്തേക്ക് ചർച്ച കൊണ്ടുപോകാത്തത്. ചലച്ചിത്ര നടൻ ജയറാമും 111-ൽ പരം കലാകാരന്മാരും പങ്കെടുക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം 8ാം ഉത്സവത്തിന് രാവിലെ നടക്കും. അറിയപ്പെടുന്ന ഗജവീരന്മാരെ അണിനിരത്തിയുള്ള എഴുന്നള്ളിപ്പുകൾ, പ്രശസ്തരായ കലാകാരന്മാരുടെ കലാപരിപാടികൾ, വേല, സേവ, കുടമാറ്റം എന്നിവ ഉത്സവ നാളുകളിൽ നടക്കും. മധു ബാലകൃഷ്ണൻ, ചിത്ര അരുൺ എന്നിവരുടെ ഭക്തിഗാനമേള, സിനിമാ താരം ദുർഗാ കൃഷ്ണയുടെ ക്ലാസിക്കൽ നൃത്തം, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം, സംഗീത കച്ചേരി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ എന്നിവ തിരുവരങ്ങിൽ നടക്കും. 20-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. യാക്കോബായ സഭയ്ക്ക് ഇനി പുതിയ 7 റമ്പാന്മാർ. തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ റമ്പാന്മാരെ വാഴിച്ചു. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ യാക്കോബായ സുറിയാനി സഭയ്ക്കായി 7 റമ്പാന്മാരെ വാഴിച്ചു. തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിച്ച വിശുദ്ധ കുർബാന മധ്യയാണ് 7 വൈദികർക്ക് അദ്ദേഹം റമ്പാൻ സ്ഥാനം നൽകിയത്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഓസ്ട്രേലിയൻ അതിഭദ്രാസന നിയുക്ത മെത്രാപ്പൊലീത്ത ഫാദർ ജോർജ് വൈലിപ്പറമ്പിൽ, പൗരസ്ത്യ സുവിശേഷ സമാജത്തിനു വേണ്ടി ഫാദർ മാത്യു ജോൺ പൊക്കത്തായിൽ, ഫാദർ വർഗീസ് കുറ്റിപ്പുഴയിൽ, മോർ അന്തോണിയോസ് മൊണാസ്ട്രിക്ക് വേണ്ടി ഫാദർ കുര്യാക്കോസ് കൊള്ളന്നൂർ, ഫാദർ ജോഷി വെട്ടിക്കാട്ടിൽ, ഫാദർ കുര്യൻ പുതിയപുരയിടത്തിൽ, ഫാദർ കുര്യാക്കോസ് ജോൺ പറയൻകുഴിയിൽ എന്നിവർക്കാണ് റമ്പാൻ സ്ഥാനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിന് മരുമകനായി പാകിസ്ഥാൻ സ്വദേശി തൈമൂർ. പുതുപ്പള്ളിയിലാണ് മലയാളിയായ ശ്രീജയെ വിവാഹം കഴിച്ച് തൈമൂർ എത്തിയിരിക്കുന്നത്. പുതുപ്പള്ളി സ്വദേശിനി ശ്രീജയെ വിവാഹം ചെയ്ത് പാകിസ്ഥാൻ സ്വദേശി തൈമൂർ കേരളത്തിന്റെ മരുമകനായി. ഷാർജയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് ശ്രീജ തൈമൂറിനെ പരിചയപ്പെടുന്നത്. പരിചയം പിന്നീട് കല്യാണത്തിലെത്തുന്നത് 8 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ്. ഇപ്പോൾ ഇവർ വിവാഹിതരായിട്ട് 6 വർഷം കഴിഞ്ഞു. എന്നാൽ കേരളത്തിലേക്ക് വരാൻ തൈമൂറിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ വർഷം തൃശൂരിൽ എത്തിയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പുതുപ്പള്ളിയിലെ വീട്ടിൽ വരാൻ കഴിഞ്ഞില്ല. പുതുപ്പള്ളി ഞാലിയാകുഴിയിലാണ് തൈമൂർ പുതിയ വീട് വെച്ചിരിക്കുന്നത്. കേരളം മനോഹരമാണെന്ന് തൈമൂർ പറഞ്ഞു. ഇവിടത്തെ ഗവൺമെന്റിനും ഇവിടെ എത്താൻ അനുവദിച്ചതിനും തൈമൂർ നന്ദി പറഞ്ഞു. ദുബായിൽ ബിസിനസ് നടത്തുകയാണ് തൈമൂർ. പാകിസ്ഥാനിൽ നിന്ന് തൈമൂറിന്റെ കുടുംബാംഗങ്ങൾ ഫോണിൽ വിളിക്കാറുണ്ടെന്നും ശ്രീജ പറഞ്ഞു. മലയാളം കുറച്ചൊക്കെ അറിയാമെങ്കിലും ചില വാക്കുകൾ പറയാൻ അറിയാമെന്നും പഠിക്കാൻ പാടാണെന്നും തൈമൂർ പറഞ്ഞു. പാകിസ്ഥാനിൽ പോയി തൈമൂറിന്റെ ബന്ധുക്കളെ കാണണമെന്നാണ് ആഗ്രഹമെന്നും ശ്രീജ പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം ഇവർ ദുബായിക്ക് മടങ്ങും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ നിന്നും തെങ്കാശിക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ദിവസവും വൈകിട്ട് 3 മണിക്ക് പാലായിൽ നിന്ന് സർവീസ് ആരംഭിക്കും. പാലയിൽ നിന്നും തെങ്കാശിക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. മാണി സി കാപ്പൻ MLAയുടെ ശ്രമഫലമായിട്ടാണ് പുതിയ സർവീസിന് KSRTC തുടക്കമിട്ടത്. മാണി സി കാപ്പൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലായിൽ നിന്നും തെങ്കാശിയിലേക്ക് പോകാൻ ഇങ്ങനെ യാത്രക്കാർ കൂടുതലുണ്ടെന്നും 2ാമതൊരു ബസ് കൂടി അനുവദിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ബസ് അനുവദിച്ചിരിക്കുന്നത്.
ഇത് മാത്രമല്ല ഇവിടെ നെല്ലിക്കക്കല്ലിലേക്കും ഇലവീഴ പൂഞ്ചിറയിലേക്കും പുതിയ ബസ് സർവീസ് തുടങ്ങാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. താമസിയാതെ വണ്ടികളും ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ദിവസവും വൈകിട്ട് 3 മണിക്ക് പാലയിൽ നിന്ന് സർവീസ് ആരംഭിക്കും. ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, എരുമേലി, പത്തനംതിട്ട, പുനലൂർ, ചെങ്കോട്ട വഴി രാത്രി 8:55 തെങ്കാശിയിലെത്തും. തുടർന്ന് പിറ്റേന്ന് വെളുപ്പിന് 6:30 തെങ്കാശിയിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:25 തിരികെ പാലയിൽ എത്തിച്ചേരും. 213 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരത്തൻ അധ്യക്ഷത വഹിച്ചു. ATO ഷിബു, നഗരസഭാ കൗൺസിലർ ജോസ് ഏടോട്ട്, KSRTC ബോർഡ് അംഗം ജെയ്സൺ മാന്തോട്ടം, കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റ് സാജൻ ആലക്കുളം, സജി മഞ്ഞക്കടമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. നാടും നാട്ടുകാരും ഒരുമിച്ചു. അലീന സന്തോഷിന്റെ ജീവന് പ്രതീക്ഷയേകി ഒരു ദിവസം കൊണ്ട് 25 ലക്ഷം രൂപ സമാഹരിച്ചു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായാണ് തുക സമാഹരിച്ചത്. പാലാ നഗരസഭ 2-ാം വാർഡിൽ മുണ്ടുപാലത്ത് ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തിവരുന്ന നെല്ലിക്കൽ സന്തോഷിന്റെ മകൾ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലീന സന്തോഷിന്റെ വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി 25 ലക്ഷം രൂപയോളം ആവശ്യമായിരുന്നു. ഇവരെ സഹായിക്കുന്നതിനായി പാലാ നഗരസഭ മുൻ ചെയർപേഴ്സൺ ജോസിൻ ബിനോ ചെയർമാനും K. അജി കൺവീനറായും അലീന ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരുന്നു. പാലാ നഗരസഭ 26 വാർഡിലും കഴിഞ്ഞ ഞായറാഴ്ച കൗൺസിലർമാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 25 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. പാവപ്പെട്ടവരിൽ നിന്നും പോലും വലിയ സഹകരണമാണ് ലഭിച്ചതെന്നും സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ജോസിൽ ബിനോ പറഞ്ഞു. നമ്മൾ പാലാ നഗരസഭ 26 വാർഡും ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾ അതിന് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി 27-ാം തീയതി നോട്ടീസ് എല്ലാ വീടുകളിലും എത്തിക്കുകയും കടകളിൽ എത്തിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 4-ാം തീയതി വീടുകളിലും 5-ാം തീയതി കടകളിലും നമ്മൾ കയറി. നമ്മൾ ഉദ്ദേശിച്ച ഒരു 25 ലക്ഷം രൂപയാണ് നമുക്ക് ആ ഒരു രൂപ കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു നന്ദി പറയുക എന്നൊരു ഉദ്ദേശമാണ് നമ്മളിപ്പോൾ ഇവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും സഹകരിച്ച എല്ലാവരും 26 വാർഡിൽ ജനങ്ങളുണ്ട്, വ്യാപാര വ്യവസായങ്ങളുണ്ട്. അപ്പം എല്ലാ വാർഡും നമ്മൾ പ്രതീക്ഷിച്ച കൂടുതൽ പൈസ കിട്ടി. ഈ നമ്മുടെ അലീന സന്തോഷിൻ്റെ വാർഡിൽ തന്നെയാണ് 2 ലക്ഷം രൂപ കിട്ടി. നമ്മൾ ചെല്ലുമ്പം കൂലിപ്പണിക്കാർ വരെ 3000-5000 രൂപ എടുത്ത് തരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ഇത്രയും പോസിറ്റീവായിട്ട് നിന്ന ജനങ്ങളെ നമ്മൾ നന്ദി പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഇവിടെ പലയുള്ള വ്യാപാര സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട്, അത് രോമിയെ കൂടെ വ്യാപാരിയാണ്, അദ്ദേഹം നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. K. അജി, ബിജു പാലപ്പുടുവൻ, യുണൈറ്റഡ് മെർച്ചന്റ് ചേംബർ സ്റ്റേറ്റ് സെക്രട്ടറി ടോമി കുറ്റിയാങ്കൽ, KK ഗിരീഷ്, രഞ്ജിത്ത് സന്തോഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സ്പോർട്സ് അക്കാദമി, സ്കൂൾ, +1 കോളേജ് സ്പോർട്സ് അക്കാദമി എന്നിവിടങ്ങളിലേക്ക് 2024-25 അധ്യയന വർഷങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ജില്ലയിലെ സെലക്ഷൻ ഫെബ്രുവരി 14 കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048125632825. സർവോദയ പക്ഷം പ്രമാണിച്ച് 14 വരെ ഖാദി തുണിത്തരങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റ് നൽകുന്നു. CSI കോംപ്ലക്സ്, ബേക്കർ ജംഗ്ഷൻ, കോട്ടയം, റവന്യൂ ടവർ, ചങ്ങനാശ്ശേരി, ഷോപ്പിംഗ് കോംപ്ലക്സ് ഏറ്റുമാനൂർ, ഷോപ്പിംഗ് കോംപ്ലക്സ് വൈക്കം എന്നീ ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങളിൽ വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ വിൽപ്പനയ്ക്ക് ഒരുക്കിയതായി പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിനി ബൈപ്പാസിന് 25 ലക്ഷം രൂപ മാറ്റിവെച്ച് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ്. ലൈഫ് പദ്ധതിക്ക് 80 ലക്ഷം, ഹാപ്പിനെസ് പാർക്ക് പണിയാൻ 25 ലക്ഷം രൂപ. കോട്ടയം മറിയപ്പള്ളിയിൽ 4 വീടുകളിൽ മോഷണ ശ്രമം. അടുക്കളവാതിലുകൾ കുത്തിത്തുറന്നു. നിരീക്ഷണ ക്യാമറകളിൽ മോഷ്ടാവിന്റെ ചിത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഒരുങ്ങി. തിരുവുത്സവത്തിന് 11-ന് കൊടിയേറും. 18-ാം തീയതി 7:30 പൊന്നാന ദർശനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.